ഓക്കെ, അപ്പോൾ എക്സാം ക്വസ്റ്റ്യൻ കാണിക്കുന്ന അതിനു മുമ്പ് കുറച്ചുപേരും കൂടെ പാരന്റ്സ് ഇല്ല, വേഗം വിളിച്ചെടുത്തിട്ടാ. തേർഡ് റോയില് ആളും ഇല്ലല്ലോ, കസേര മാത്രം. വേഗം വന്നിരിക്കട്ടാ, പാരന്റും കുട്ടിയും വന്നിരിക്കേണ്ടതാണ്. രാജേഷ്കാർ വന്നിട്ടുണ്ട് അല്ലേ, അപ്പൊ വേഗം പാരന്റ്സ് വെച്ച് അടുത്തിരുത്തുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ കാണിക്കാം, ക്വസ്റ്റ്യൻ ആരും കോപ്പി ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ ബോർഡിലുണ്ടാവും, വായിച്ചു നോക്കുക, ആൻസർ ചെയ്താ കേട്ടോ. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ നോക്കണം. ഫസ്റ്റ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം 2 മാർക്ക്. സെക്കൻഡ് വൺ BRS ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കുക, ചെയ്യുക. ഓക്കെ, സമയം ആവശ്യത്തിന് സമയമുണ്ട്. ഓക്കെ, അപ്പൊ ടൈം സ്റ്റാർട്ട്. ഓക്കെ മക്കളെ, തിരിച്ചു വന്നോളൂ. നമുക്ക് ഇനി ആൻസർ ചെക്ക് ചെയ്യാം. അപ്പൊ എല്ലാവരും പ്രോപ്പർ ആയിട്ട് വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. വീഡിയോ ഓഫ് ആണെങ്കിൽ മാർക്ക് 0 ആയി പോകും, മാർക്ക് കളയണ്ട. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക, പാരന്റ്സും ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, ദാ നമ്മുടെ മാർക്ക്, നമ്മുടെ ആൻസർ വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു, 2 ഫില്ല് ചെയ്യണം അല്ലെ. ഓരോ മാർക്ക് ഇതാണ് കേട്ടോ. അപ്പോ അൺഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ എന്താ ആൻസർ? ക്രെഡിറ്റ് ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1 മാർക്ക് കൊടുക്കാം. ഇനി സെയിം സെക്കൻഡ്, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഏതാണ്? ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ ഡെബിറ്റ് ബാലൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ട ഡെബിറ്റ് ബാലൻസ് ആണ്. അതിനും 1 മാർക്ക്. 2 മാർക്കാണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്, 2 ഐറ്റം ഫില്ല് ചെയ്യാനുണ്ട്, 2 മാർക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് ബാങ്ക് റീകൺസിലിയേഷൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഉണ്ടോ, ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്കിന്റെ എമൗണ്ട് 10,000 ആണ്. അത് മൈനസ് കോളത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? 1 മാർക്ക് കൊടുക്കാം കേട്ടോ, 1 മാർക്ക്. സെക്കൻഡ് വൺ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് 6,000 മൈനസ് കോളം, 1 മാർക്ക്. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് പ്ലസ് കോളം 1,800, 1 മാർക്ക്. ഡിവിഡൻഡ് കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക് വിച്ച് ഡിഡ് നോട്ട് അപ്പിയറിംഗ് ഇൻ ദി ക്യാഷ് ബുക്ക്, 500 മൈനസ് കോളം, 1 മാർക്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക് ബട്ട് നോട്ട് യെറ്റ് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക്, 200 പ്ലസ് കോളം, 1 മാർക്ക്. ലാസ്റ്റ് വൺ, ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ആൻഡ് ഡിസോണേഡ്, 1000 രൂപയാണ്, പ്ലസ് കോളം 1000 ഉണ്ടെങ്കിൽ 1 മാർക്ക്. ലാസ്റ്റ് കിട്ടുന്ന ആൻസർ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് കേട്ടോ. എമൗണ്ട് വരുന്നത് 13,500 ആണ്. 13,500 കിട്ടിയ എന്ത് ചെയ്യാം? 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പ്ലസ് കോളം ആണ്. 13,500 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 2 മാർക്ക് കൊടുക്കാം കേട്ടോ. ഐറ്റം വൈസ് 1 മാർക്ക്. ലാസ്റ്റ് കിട്ടുന്ന ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 13,500 ഉണ്ടെങ്കിൽ 2 മാർക്കും. അങ്ങനെ 8 മാർക്ക് കേട്ടോ. 1 2 3 4 5 6 8. ഇതിന് 8 മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്ക്. അങ്ങനെ 10 മാർക്ക് കേട്ടോ. വേഗം കൂട്ടി എഴുതിക്കോളൂ. ഔട്ട് ഓഫ് 10 എത്ര മാർക്കാന്ന് കൂട്ടി എഴുതുക, പാരന്റ്സ് സൈൻ ചെയ്യുക, എന്നിട്ട് പേപ്പർ സെൻഡ് ചെയ്യാം, തിരിച്ചു വരാം.